അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കണം, കാറ് കൊടുക്കണം, ഗോൾഡ് കൊടുക്കണം, എന്നാൽ അവർക്ക് എക്സ്പെൻസ് ഷെയർ ചെയ്യാൻ വയ്യ. ഞങ്ങൾ വിൽപ്പന ചരക്കുമല്ല, അവരുടെ അടിമപ്പണിക്ക് പോണവരും അല്ല. അതുപോലെ സ്ത്രീധനം കൊടുക്കാൻ സൗകര്യമില്ല. എൻ്റെ അച്ഛനും അമ്മ എതിർത്താലും ഞാൻ അവരെയും കൂടെ പറഞ്ഞ് ശരിയാക്കത്തേ ഉള്ളൂ. കാരണം സ്ത്രീധനം ചോദിക്കുന്നവരോട് നോ തന്നെ പറയണം. എന്നെ വിറ്റവൻ ജീവിക്കേണ്ട, എൻ്റെ കാശ് വെച്ച് അവൻ മോഹിച്ച് എന്നെ കെട്ടാൻ വരെയും വേണ്ട, കെട്ടിയതാണെങ്കിൽ അവനെ കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരികയും ചെയ്യും. പെൺകുട്ടിയുടെ ഫാമിലിക്ക് വേണമെങ്കിൽ ആ ആൺകുട്ടിയുടെ ഫാമിലിയോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇങ്ങോട്ടും തന്നൂടെയൊന്നു. പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിലൊക്കെ നിന്നിട്ട് കല്യാണം ആലോചിക്കാം. 100 പവൻ കൊടുത്ത് മക്കളെ കെട്ടിച്ചാൽ മാത്രമേ അന്തസ്സുള്ളൂ എന്നൊക്കെ പറയുന്ന ഫാമിലിയിലുള്ളവർ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനിയെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വന്തം പെൺമക്കളെ സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ അവർ ജീവനോടെ കാണാം. അത്രേ ഉള്ളൂ. നമുക്കൊരു വാല്യൂ ഇടുന്നതായി പോകും സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് തീരെ താല്പര്യമില്ല, എതിർപ്പാണ്. ഈ സ്ത്രീധനം എന്നുള്ള ആ ഒരു അത് എല്ലായിടത്തും നിന്നും മാറണം. കാര്യം സ്ത്രീയാണ് ധനം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി തന്നെ ആവണം. എൻ്റെ വീട്ടിലങ്ങനെ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ താല്പര്യമില്ല. പിന്നെ അങ്ങനെ സ്ത്രീധനം ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്കല്ല